ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എൻഡിഎയിൽ ഘടകകക്ഷിയാകുമെന്ന് സി കെ ജാനു. താൻ ബിഡിജെഎസിന്റെയോ ബിജെപിയുടെയോ ഭാഗമാവില്ല എന്നും സി കെ ജാനു പറഞ്ഞു. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ച് ചർച്ച നടത്തിയ ശേഷമാണ് ജാനു തന്റെ നിലപാട് പ്രഖ്യാപിച്ചത്. രാവിലെ 10:30 കണിച്ചുകുളങ്ങരയിലെ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ വസതിയിലെത്തിയ സി കെ ജാനുവും ബിഡിജെഎസ് നേതാക്കളും തമ്മിൽ നടന്ന ചർച്ച 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ബിഡിജെഎസിന്റെ ഭാഗമാകാൻ കഴിയില്ലെന്നും എൻഡിഎയുമായി സഹകരിക്കുമെന്നുമാണ് ചർച്ചയിൽ ജാനു നിലപാടെടുത്തത്. മത്സരിക്കുന്ന കാര്യം അതിനുശേഷമേ തീരുമാനിക്കാൻ കഴിയൂവെന്നും ജാനു ചർച്ചയിൽ പറഞ്ഞു. ഇതോടെ ഘടകകക്ഷിയാകുന്ന കാര്യം കേന്ദ്രീകരിച്ചായി ചർച്ച. ബിജെപി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന ധാരണയിലാണ് ചർച്ച അവസാനിച്ചത്. തുടർന്നാണ് മാധ്യമങ്ങളെ സമീപിച്ച സി കെ ജാനു നിലപാട് പ്രഖ്യാപിച്ചത്. ജനാധിപത്യ രാഷ്ട്രീയ സഭ അതാണ് എൻഡിഎയുടെ ഭാഗമാവുക. അതിനകത്ത് കേരളത്തിലെ ആദിവാസി ദളിതരും ഉണ്ടാവും. ചർച്ചകൾക്ക് സന്നദ്ധതയെ അറിയിച്ചതുകൊണ്ടാണ് ബിജെപിയുമായി ചർച്ച നടന്നതെന്നും മറ്റാരും ചർച്ചയ്ക്ക് വന്നില്ലെന്നും ജാനു പറഞ്ഞു. സ്ഥാനാർത്ഥിയാകുന്ന കാര്യം അന്തിമമല്ലെന്നും അക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നേയുള്ളൂ എന്നും ജാനു പറഞ്ഞു. ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, JSS നേതാവ് രാജംബാബു എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. മീഡിയ 1 ആലപ്പുഴ.